ഇന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫറൂഖ് പുതിയ പാലത്തുള്ള പുതിയൊരു പാർക്ക് ഉണ്ടല്ലോ, റിവർ വേൾഡ്. അവിടേക്കാണേ. അങ്ങനെ അതാ ചേച്ചീൻ്റെ മോൻ വെക്കേഷനിൽ വന്നപ്പം കുറേ ആയി പറയുന്നു, മാമ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകും, പുറത്തേക്ക് പോവാറുണ്ട്, പക്ഷേ ബീച്ചിൽ പാർക്കിലൊന്നും പോയിട്ടില്ലേനി. അങ്ങനെ ഏട്ടനൊരു ടൈം ഒത്തു വരലില്ല, ഫ്രീ ടൈം. അങ്ങനെ ഇന്നൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ നേരെ പോയിട്ടോ. അങ്ങനെ ഇവർ ഈ റൈഡിലാട്ടോ കയറിയത്. ഏട്ടനാണെങ്കിൽ ഒരുവിധ റൈഡിലൊക്കെ മക്കളെ കയറ്റാൻ ഭയങ്കര പേടി, എന്തെങ്കിലും പറ്റിയാലോ എന്ന് പേടിച്ചിട്ട്. അങ്ങനെ ഇതിൽ കയറിയപ്പം അവർക്ക് അത് കറങ്ങാൻ തുടങ്ങിയപ്പം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടേനെ. അങ്ങനെ ഞങ്ങൾ നേരെ പുഴവക്കത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ സിപ്പ് ലൈനില്ലേ, ഇതിനെ പറയാൻ തോന്നുന്നു പേര്, പിന്നെ സ്പീഡ് ബോട്ട് ഇതൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതിലൊക്കെ കയറണം എന്നുണ്ടേനി. എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാർക്കിൻ്റെ ഒരു ഭാഗത്ത് ഇത് അങ്ങനെ വിശാലമായിട്ട് ഇരിക്കാനുള്ള ചെറിയൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഓരോ റൈഡിൽ കയറണം എന്ന് പറഞ്ഞ് ധ്യാനേട്ടൻ വാശി പിടിക്കുന്നുമുണ്ട്. അപ്പം ഏട്ടൻ സമ്മതിക്കുന്നുമില്ല. അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് ഇതേപോലെ ഐസ്ക്രീം, ചായ ഇതൊക്കെ കുടിക്കാനുള്ള ഒരു സ്പേസും ഉണ്ട്. അങ്ങനെ നേരെ അവിടേക്ക് ചെന്ന് കയറി നോക്കിയപ്പം ധ്യാനേട്ടൻ പോപ്കോൺ വേണമെന്ന് പറഞ്ഞിങ്ങനെ കരയിനി. അപ്പോൾ ഏതായാലും ആദിക്ക് മറ്റേ ഫ്രൂട്ട് സലാഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ ഞാൻ അത് കഴിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് മെല്ലനെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് സ്പീഡ് ബോട്ട് പോണത് കണ്ടത്. അപ്പോൾ അത് പോകുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടോ, ഇതിലിങ്ങനെ കയറിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല പോകുക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുമുണ്ട്. കയറാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടൻ്റെ അച്ഛൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും കയറാൻ സമ്മതിക്കില്ല, കാരണം ഇങ്ങനെ പോകുന്നത് കണ്ട ഏട്ടൻ്റെ അച്ഛൻ സമ്മതിക്കില്ല, ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് കുറച്ചു നേരം നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് രാമനാട്ടുകര ജ്യൂസിലേക്ക് കേട്ടോ. അവിടെ പോയപ്പോൾ ഞങ്ങളിതാ ഫ്രൂട്ട് സലാഡ്, ഫലൂഡ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഏട്ടനൊരു മാംഗോൻ്റെ ലസ്സി ഇതൊക്കെ കഴിച്ചേ. അപ്പം അതിനോട് ഇതാ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഓരോ പോസ്റ്റിലൊക്കെ നിൽക്കുന്നു പറഞ്ഞപ്പോൾ അവന് ഭയങ്കര കുറവ്. അപ്പം ധ്യാനുട്ടനോട് പറഞ്ഞപ്പം എപ്പോഴെങ്കിലുമൊക്കെ കേട്ടോ അങ്ങനെ പറഞ്ഞ അനുസരിക്കുക, ഓരോ പോസ്റ്റൊക്കെ കാണിച്ച്. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്ന്. അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്.